തീരുമാനം ഈ ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം 31 വരെ താഴമൺ കുടുംബത്തിലെ കണ്ഠര് ബ്രഹ്മദത്തനെ തന്ത്രിയായി നിയമിക്കാൻ ഇന്ന് കൂടിയ ബോർഡ് തീരുമാനിച്ചു. അതിന്റെ തലേദിവസം ഞങ്ങൾ ചില പ്രമുഖരായിട്ടുള്ള തന്ത്രിമാരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആവശ്യം സ്വീകരിക്കുന്നതിന് പ്രത്യേകിച്ചൊരു തടസ്സവുമില്ല. അങ്ങനെ അദ്ദേഹം ഇതിനു മുമ്പ് അവിടെ തന്ത്രിയായിട്ട് അച്ഛൻ്റെ കൂടെ ആണെങ്കിലും വന്നിട്ടുണ്ട്. സ്വതന്ത്രമായിട്ട് 1-2 മാസങ്ങളിൽ വന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിനെ നിയമിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. അങ്ങനെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അറിയിക്കണം, തിങ്കളാഴ്ച കോടതി അറിയിക്കണം എന്നാണ് അറിയിക്കും. അതുകൊണ്ടാണ് ഇന്ന് ബോർഡ് കൂടിയത്. അതെ, ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇക്കാര്യത്തിൽ. ബോർഡ് ഏകകണ്ഠമായി തന്നെ തീരുമാനിച്ചത്. മാസ്റ്റർ പ്ലാൻ ചെയർമാനോട് ചോദിക്കുന്നല്ലേ നല്ലത്. കാരണം അതൊക്കെ ദീർഘവീക്ഷ അല്ല, നിങ്ങളവിടെ ചോദിക്കും. നമുക്ക് ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. കാരണം മാസ്റ്റർ പ്ലാന്റെ പരിപാടികളെന്ന് പറഞ്ഞാൽ ലോങ് ജസ്റ്റേഷൻ പീരീഡ് ഉള്ളതാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പം നമുക്ക് ഈ നവംബറിൽ ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് എനിക്ക് തോന്നുന്നു മാസ്റ്റർ പ്ലാനിലെ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. അത് ബയോഗ്യാസ് പ്ലാന്റാണ്. അതൊരു 3-4 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്നത്. അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ഒരു നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും ചെയ്യണം. അല്ലാതെ നിലയ്ക്കൽ ഡെവലപ്മെന്റ് ഇപ്പോൾ ഈ വർഷം ഈ സീസൺ മുമ്പൊന്നും ആരംഭിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ ലോങ് ജസ്റ്റേഷൻ പീരീഡുള്ള വർക്കാണ്. നമുക്കിപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ തയ്യാറായിരിക്കുക. റുട്ടീൻ അജണ്ടയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. അല്ലല്ല, വേറെ റുട്ടീൻ അജണ്ട ഒരുപാടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ ഐറ്റമായിട്ട് എടുത്തിട്ടാണ് ഒരു പ്രസ് റിലീസ് ഇഷ്യൂ ചെയ്തത്. ഇല്ല, മഹേഷുമായി ഇനി അതിന്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം 2 പ്രശ്നങ്ങൾ വന്നല്ലോ. ഒന്ന്, ചിലരൊക്കെ കൊണ്ടുകൊടുക്കുന്ന ചില ഭക്തന്മാർ കൊണ്ടുകൊടുക്കുന്ന സാധനങ്ങൾ സ്റ്റോറിൽ എടുക്കാതെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് എടുക്കുന്നു എന്നൊരാരോപണം. 2, ആടിയ ശിഷ്ടം നെയ്യ് സ്റ്റോറിൽ എടുക്കാതെ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എടുക്കാതെ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ. അതൊക്കെ കോടതിയുടെ മുമ്പാകെ വന്നു. കോടതി വളരെ കർശനമായിട്ടുള്ള നിബന്ധനകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ശബരിമലയിലെ ഈ പൂജാ സാധനങ്ങൾ വാങ്ങുന്നതും സ്റ്റോർ കാര്യത്തിലൊക്കെ വലിയ ക്രമീകരണം വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഒരു സാധനവും സ്റ്റോറിൽ എടുക്കാതെ അവിടെ പൂജയ്ക്ക് എടുക്കാനോ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ആ സ്റ്റോർ വളരെ ഭംഗിയായിട്ട് നമ്മൾ പുനഃസംവിധാനം ചെയ്യും. ഏത് ഭക്തൻ എന്ത് സാധനം കൊണ്ടു കൊടുത്താലും അഭിഷേകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണെങ്കിലും സ്റ്റോറിലെടുത്ത് ഗുണനിലവാരവും കൂടി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കാര്യം കൂടി ഞങ്ങൾ തീരുമാനിച്ചു. അത് കുറച്ചുകൂടെ വിശദാംശങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. അതെന്തെന്ന് വെച്ചാൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പലതരത്തിലുള്ള പൂജയുണ്ട്. അത് ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുന്ന കർപ്പൂരമായാലും ശരി, നെയ്യ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആളുകൾ കൊണ്ടുവരുന്ന നെയ്യാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്കി സാധനങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന കർപ്പൂരമായാലും ശരി, ബാക്കി നമ്മൾ ഭസ്മമായാലും ശരി, കുങ്കുമമായാലും ശരി, എന്താണെങ്കിലും അഷ്ടാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളായാലും ശരി, ആ വിഗ്രഹത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരമപവിത്രമായിട്ടും ഏറ്റവും ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നു ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ഏറ്റവും മികച്ച ക്വാളിറ്റി, അതിനി എന്ത് വന്നാലും ശരി, ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള സാധനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക സ്റ്റോർ തീർച്ചയായിട്ടും നിലവിൽ വരും. കാരണം ഇതിനകത്ത് ഒരുപാട് ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ അയ്യപ്പ ക്ഷേത്രത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിനകത്തൊക്കെ ഒരു നിഷ്ഠ വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു സ്റ്റോർ ഉണ്ടാവും, ഒരു പ്രത്യേക സ്റ്റോർ. അതിനുവേണ്ടി അതിനൊരു ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ഉണ്ടാവും. ഏറ്റവും നല്ല ഈ വർഷം നമ്മളത് കൊണ്ടുവരും. ഈ വർഷം തന്നെ നടപ്പിലാക്കണം. അത്തരത്തിലുള്ള ചില നിഷ്ഠകളൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന്റെ ഗുണം കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈക്കോളി ബാക്ടീരിയ അവിടെ ഉണ്ട് എപ്പോഴും. പക്ഷേ ഈ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നതോടുകൂടി ഞുണങ്ങാറിലെ വെള്ളത്തിനകത്ത് ഈക്കോളി ബാക്ടീരിയ ഇല്ലെന്നാണ് നമ്മുടെ ഒരു ധാരണ. എന്നാൽ നീലിമല കയറ്റത്തിൽ ഉള്ള 2 ഹെൽത്ത് സെന്ററിന്റെയും ചില ടോയ്ലറ്റിന്റെയും പബ്ലിക് ടോയ്ലറ്റിന്റെയും മാലിന്യങ്ങൾ എങ്ങനെയോ ഈ ഞുണങ്ങാറിൽ കലരുന്നുണ്ട്. അതുകൊണ്ട് STP കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നേട്ടം
ഈ നീലിമലയിൽ ഞുണങ്ങാർ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് ഈക്കോളി കയറുന്നുണ്ട്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന പോയിന്റിൽ ഈക്കോളി ഇല്ല, പക്ഷേ പമ്പയിലെത്തുമ്പോൾ പിന്നെ ഈക്കോളി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്നത് നീലിമല ടോപ്പിലുള്ള ഈ ടോയ്ലറ്റ്സിന്റെ മാലിന്യം ഒന്നുകിൽ അവിടുത്തെ കളക്ഷൻ കപ്പാസിറ്റി കൂട്ടണം, അതിനിപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് വൃത്തിയാക്കി ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റാനും ഒക്കെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പമ്പയിൽ ഈക്കോളി ബാക്ടീരിയ കൂടുന്നത്. അതല്ലാതെ STP വന്നതോടുകൂടി ഒരു വലിയൊരു അളവിൽ സന്നിധാനത്തു നിന്നുള്ള മാലിന്യം പമ്പയിൽ വരുന്നില്ല, ഇടയ്ക്കുള്ളതാണ്. അത് ഇപ്രാവശ്യം പരിഹരിക്കാനുള്ള ചില നടപടികൾ എടുക്കും തീർച്ചയായിട്ടും.